അടുത്തത് 24ാമത്തെ ചോദ്യം. The base radius of a solid metal cone is 12 centimeters and height is 18 centimeters. It is melted and recast into spheres of radius 3 centimeters. What is the volume of the cone? What is the volume of one sphere? Find the number of spheres. ലോഹം കൊണ്ടുണ്ടാക്കിയ കട്ടിയായ ഒരു വൃത്തസ്തൂപികയുടെ പാദ ആരം 12 സെന്റിമീറ്ററും ഉയരം 18 സെന്റിമീറ്ററുമാണ്. ഇതിനെ ഉരുക്കി 3 സെന്റിമീറ്റർ ആരമുള്ള ഗോളങ്ങളാക്കി മാറ്റുന്നു. വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ത്? ഒരു ഗോളത്തിന്റെ വ്യാപ്തം എന്ത്? ഗോളങ്ങളുടെ എണ്ണം കണക്കാക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു കോണാണ്, അതായത് ഒരു വൃത്തസ്തൂപികയാണ്. കോൺ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയായിരിക്കും ഒരു കോൺ ഉണ്ടാകുന്നത്. ഇനി ഈ കോണിനെ കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്? കോണിന്റെ ബേസ് റേഡിയസ്, ഇതാണ് കോണിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് റേഡിയസ് ആർ എന്നത്, ബേസ് റേഡിയസ് സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? 12 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ കോണിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. എത്രയാണ് ഹൈറ്റ് അഥവാ ഉയരം? 18 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദിസ് കോൺ? കോണിന്റെ വോളിയം അഥവാ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് ദ കോൺ ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഈ ആർ എന്നത് ബേസ് റേഡിയസ് ആണ്, എച്ച് എന്നത് കോണിന്റെ ഹൈറ്റ് ആണ്. എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ത് വരും? 12 സ്ക്വയർ. എച്ച് എന്ത് വരും? 18 ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു 12ന്റെ സ്ക്വയർ 144 ഇൻറ്റു 18. ഇനി 144 ഹരിക്കണം 3 എത്രയാണ്? 48 ആണ്. പൈ ഇൻറ്റു 144 ഹരിക്കണം 3 നമ്മൾ 48 എന്ന് എഴുതുന്നു, ഇൻറ്റു 18. 48ഉം 18ഉം ഗുണിച്ചാൽ എത്ര വരും? 864 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതണം. യൂണിറ്റ് നിർബന്ധമാക്കി എഴുതണം. എപ്പോഴും വോളിയം എഴുതുന്ന സമയത്ത് സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്നായിരിക്കും. ഏരിയ എഴുതുന്ന സമയത്ത് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നായിരിക്കും. അപ്പൊ എപ്പോഴും സെന്റിമീറ്റർ ക്യൂബ് എന്ന യൂണിറ്റ് എഴുതണം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് വൺ സ്ഫിയർ? അതായത് ഇനി ഈ ഒരു കോൺ അഥവാ വൃത്തസ്തൂപിക ഉരുക്കിയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു സ്ഫിയർ അഥവാ ഒരു ഗോളമാണ് ഉണ്ടാക്കുന്നത്. ഈ ഗോളത്തിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെ 3 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ഫിയർ അഥവാ ഗോളമാണ് ഇത് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിന്റെ വോളിയം ആണ് ചോദിച്ചിട്ടുള്ളത്. വോളിയം ഓഫ് സ്ഫിയർ, സ്ഫിയറിന്റെ വോളിയം അഥവാ ഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് സ്ഫിയർ ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ് എന്നാൽ 3 ക്യൂബ്. കാരണം ഇവിടെ റേഡിയസ് തന്നിട്ടുള്ളത് 3 ആണ്. 4/3 പൈ ഇൻറ്റു 3ന്റെ ക്യൂബ് എന്താണ്? 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 എന്താണ്? 9 ആണ്. 9 ഇൻറ്റു 3 27 ആണ്. ഇനി 27 ഹരിക്കണം 3 എന്താണ്? 27നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 9. 4 പൈ ഇൻറ്റു 9. 9 ഇൻറ്റു 4 എത്രയാണ്? 36 പൈ. സ്ഫിയറിന്റെ വോളിയം അഥവാ ഗോളത്തിന്റെ വ്യാപ്തം എത്രയാണ്? 36 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ഫിയേഴ്സ്. അതായത് ഈ കോണിനെ ഉരുക്കിയിട്ടാണ് ഈ സ്ഫിയർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കോണിന്റെ വോളിയം അഥവാ വ്യാപ്തം 864 ആണ്. ഇനി ഈ 864 വോളിയം അഥവാ വ്യാപ്തമുള്ള ഈ കോണിനെ ഉരുക്കി ഇതേ വോളിയം ഉള്ള, അതായത് 36 വോളിയം ഉള്ള കുറച്ച് സ്ഫിയേഴ്സ് ഉണ്ടാക്കണം. അങ്ങനെ എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. അതിനെന്ത് ചെയ്താൽ മതി? 864നെ 36 കൊണ്ട് ഹരിച്ചാൽ മതിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 864ൽ എത്ര 36 കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത്രയും സ്ഫിയേഴ്സ് ഉണ്ടാക്കാം എന്ന് പറയാം. 864 ഹരിക്കണം 36 എന്താണ്? 24 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore 24 number of spheres can be made. അതായത് 24 ഗോളങ്ങൾ ഉണ്ടാക്കാം. 25ാമത്തെ ചോദ്യം. The table below shows the workers of a factory sorted according to their wages. If the workers are arranged in order of their wages, which position of the worker is taken as the median wage? According to the assumption, what is the daily wage of 20th worker? Find the median wage. അതായത്
ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ദിവസവേതനം പട്ടികപ്പെടുത്തിയതാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ദിവസവേതനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ക്രമീകരിച്ചാൽ എത്രാമത്തെ തൊഴിലാളിയുടെ ദിവസവേതനമാണ് മധ്യമമായി കണക്കാക്കുന്നത്? സങ്കല്പ പ്രകാരം 20ാമത്തെ തൊഴിലാളിയുടെ ദിവസവേതനം എത്രയാണ്? ദിവസവേതനങ്ങളുടെ മാധ്യമം കണക്കാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് ആദ്യം എഴുതുന്നത്. ഫസ്റ്റ് എന്താണ്? ഡെയിലി വേജസ്, അതാണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ, അതായത് ദിവസവേതനം. ക്ലാസ് ഇന്റർവെൽ ഏതൊക്കെയാ? 300 to 400, 400 to 500, 500 to 600, 600 to 700, 700 to 800. ഇനി നമ്പർ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ എണ്ണമാണ് ഫ്രീക്വൻസി. 11, 8, 10, 13, 7. ടോട്ടൽ ഫ്രീക്വൻസി അതായത് 11 + 8 + 10 + 13 + 7 49 ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസിയെ നമ്മൾ സ്മോൾ ലെറ്റർ n കൊണ്ടാണ് സൂചിപ്പിക്കുക. ആദ്യത്തെ ചോദ്യം, if the workers are arranged in order of their wages, which position of the worker is taken as the median wage? അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ അഥവാ മധ്യമത്തിന്റെ സ്ഥാനമാണ്. പൊസിഷൻ ഓഫ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ n+1/2, രണ്ടാമത്തെ ഇക്വേഷൻ n/2. ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? n ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. n ഇവൻ നമ്പർ അഥവാ രണ്ടക്ക സംഖ്യയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. ഇവിടെ n എന്താണ്? 49 അല്ലേ? അതായത് ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക? n+1/2 എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. അതായത് 49 + 1/2. 49 + 1 എത്രയാ? 50 അല്ലേ? 50ന്റെ പകുതി 25. അതായത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ എത്രയാണ്? 25ാമത്തെ വർക്കർ, 25th വർക്കർ. ഇതാണ് നമ്മുടെ പൊസിഷൻ ഓഫ് ദ മീഡിയൻ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു ദ അസംഷൻ വാട്ട് ഈസ് ദ ഡെയിലി വേജ് ഓഫ് 20th വർക്കർ? അതായത് 20ാമത്തെ വർക്കറിന്റെ അഥവാ 20ാമത്തെ തൊഴിലാളിയുടെ ഡെയിലി വേജ് അല്ലെങ്കിൽ ദിവസവേതനം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളോട് അതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ദ അസംഷൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മീഡിയൻ കാണാനായിട്ട് അഥവാ മീഡിയൻ വേജ്, മധ്യമ വേതനം കാണാനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ. എന്താണ്? മീഡിയൻ ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? x0 + k × d. എന്താണ് x0? മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ വർക്കറിന്റെ ശമ്പളമാണ് x0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. k എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ആദ്യത്തെ ആളിൽ നിന്നും 25ാമത്തെ ആളിലേക്കുള്ള ദൂരമാണ് k എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. d എന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ ഏത് കണ്ടുപിടിക്കാൻ ആദ്യം അറിയേണ്ട കാര്യം മീഡിയൻ ക്ലാസ് ആണ്. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക? ആദ്യത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 11 തന്നെയാണ്. ഇനി 11ഉം 8ഉം കൂട്ടിയാൽ 19 ആണ് രണ്ടാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി 11 + 8 + 10 എത്ര വരും? 29. അതാണ് മൂന്നാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി 11 + 8 + 10 + 13 എത്രയാണ്? 42 ആണ്. അതാണ് നാലാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി 42ന്റെ കൂടെ 7, അതായത് 11 + 8 + 10 + 13 + 7 ചെയ്താൽ നമുക്ക് 49 കിട്ടും. അതാണ് അഞ്ചാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 മുതൽ 49 വരെയുള്ള ആളുകളെ നമ്മൾ നിരത്തി നിർത്തുകയാണെങ്കിൽ ഒന്നാമത്തെ ആള് മുതൽ 11ാമത്തെ ആള് വരെ 300 മുതൽ 400 വരെ ദിവസവേതനം വാങ്ങുന്നവരാണ്. ഇനി 12ാമത്തെ ആള് മുതൽ 19ാമത്തെ ആള് വരെ 400 മുതൽ 500 വരെ ദിവസവേതനം വാങ്ങുന്നവരാണ്. ഇനി 20ാമത്തെ ആള് മുതൽ 29ാമത്തെ ആള് വരെ 500 to 600ന്റെ ഉള്ളിൽ ദിവസവേതനം വാങ്ങുന്നവരാണ്. ഇനി 30ാമത്തെ ആള് മുതൽ 42ാമത്തെ ആള് വരെ 600 to 700ന്റെ ഉള്ളിൽ ദിവസവേതനം വാങ്ങുന്നവരാണ്. 43ാമത്തെ ആള് മുതൽ 49ാമത്തെ ആള് വരെ 700ന്റെയും 800ന്റെയും ഇടയിൽ ദിവസവേതനം വാങ്ങുന്നവരാണ്. അതാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? 25ാമത്തെ വർക്കർ, അതായത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ നമ്മൾ 25ാമത്തെ ആളാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 25ാമത്തെ ആള് നിൽക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ 20 മുതൽ 29ാമത്തെ ആള് വരെ 500 to 600 ക്ലാസ് ഇന്റർവെല്ലിലാണെന്ന് നമുക്കറിയാം. 20ന്റെയും 29ന്റെയും ഇടയിലല്ലേ 25ാമത്തെ ആള് നിൽക്കുന്നത്. അതായത് 25ാമത്തെ ആള് നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ ഏതാണ്? 500 to 600 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ. നമ്മുടെ മീഡിയൻ ക്ലാസ് ഏതാണ്? 500 to 600 ആണ്. ഇനി എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആള്. ഇവിടെ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആള് 20ാമത്തെ ആളും അവസാനത്തെ ആള് 29ാമത്തെ ആളും അല്ലേ? അപ്പോൾ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആൾ ആരാണ്? 20. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് 20ാമത്തെ വർക്കറിന്റെ വേജ് ആണ്. പ്ലസ് എ എന്താണെന്നാണ് പറഞ്ഞത്? 20ാമത്തെ ആളിൽ നിന്നും 25ാമത്തെ ആളിലേക്കുള്ള ദൂരം. 20ാമത്തെ ആളിന്റെ കൂടെ 5 ആളെ കൂട്ടിയാലല്ലേ നമുക്ക് 25ാമത്തെ ആളെ കിട്ടുക. അപ്പോൾ കെ എന്ന് പറയുന്നത് 5 ആണ്. ഡി എന്നത് എന്താണ്? അപ്പർ ലിമിറ്റ്. അതായത് മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ഏതാ? 600 അല്ലേ? 600 മൈനസ് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 500 ആണ്. ഇനി ഡിവൈഡഡ് ബൈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാ? 10. 600ൽ നിന്നും 500 കുറച്ചാൽ 100 ആണ്. 100 ഹരിക്കണം 10 എത്ര വരും? 10 ആണ്. അതായത് ഡി എന്നത് എന്താണ്? 10 ആണ്. ഇതാണ് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? 20ാമത്തെ ആളുടെ വേജ് പ്ലസ് 5 into 10. അപ്പൊ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ് 20ാമത്തെ ആളുടെ വേജ്. അതല്ലേ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഡെയിലി വേജ് ഓഫ് 20th വർക്കർ? അതാണ് ഈ അസംഷൻ. അക്കോർഡിംഗ് ടു ദ അസംഷൻ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഡെയിലി വേജ് ഓഫ് 20th വർക്കർ, അതായത് 20ാമത്തെ ആളുടെ ദിവസ വേതനം കണ്ടുപിടിക്കാം. ഡെയിലി വേജ് ഓഫ് 20th വർക്കർ. അതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. എൽ പ്ലസ് ഡി ബൈ 2. ഇതാണ് ഇക്വേഷൻ. എൽ എന്നത് എന്താണ്? നമ്മുടെ മീഡിയൻ ക്ലാസ്സിലെ, അതായത് 20ാമത്തെ ആള് നിൽക്കുന്ന ആ ക്ലാസ് ഇന്റർവെല്ലിലെ ലോവർ ലിമിറ്റ്. അതായത് എൽ എന്ന് പറയുന്നത് 500 പ്ലസ് ഡി നമുക്കറിയാം, കണ്ടുപിടിച്ചിട്ടുണ്ട്. 10 ആണ്. 10/2 ഈക്വൽ ടു 500 പ്ലസ് 10ന്റെ പകുതി എത്രയാ? 5 അല്ലേ? 505 രൂപയാണ് 20ാമത്തെ ആളുടെ പൈസ, അതായത് ദിവസ വേതനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം മീഡിയൻ വേജ് കാണാനാണ്, അഥവാ മധ്യമ വേതനം കാണാനാണ്. മീഡിയൻ വേജ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് 20, അതായത് 20ാമത്തെ വർക്കറിന്റെ വേതനം പ്ലസ് കെ ഇൻറ്റു ഡി. 20ാമത്തെ ആളുടെ വേതനം എന്താണ്? 505 ആണ്. പ്ലസ് കെ എന്ന് പറയുന്നത് 20ാമത്തെ ആളിൽ നിന്നും 25ാമത്തെ ആളിലേക്കുള്ള ദൂരം 5 ഇൻറ്റു ഡി എത്രയാ? 10. ഇനി 505 പ്ലസ് 5 into 10 എത്രയാണ്? 50. 505ഉം 50ഉം കൂട്ടിക്കഴിഞ്ഞാൽ 555 രൂപയാണ് മീഡിയൻ വേജ് അഥവാ മധ്യമ വേതനം. 26ാമത്തെ ചോദ്യം. Draw a circle of radius 2 centimeters. Draw a triangle with two of the angles 55 degree and 75 degree with all its sides as the tangents of the circle. ആരം 2 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. രണ്ട് കോണുകൾ 55 ഡിഗ്രി 75 ഡിഗ്രി ആയ ഒരു ത്രികോണം 3 വശങ്ങളും വൃത്തത്തിന്റെ തൊടുവരകളാകത്തക്ക വിധം വരയ്ക്കുക. ഇവിടെ നമുക്കൊരു ട്രയാങ്കിളും ഒരു സർക്കിളും അഥവാ ഒരു ത്രികോണവും ഒരു വൃത്തവുമാണ് വരയ്ക്കേണ്ടത്. ട്രയാങ്കിളും സർക്കിളും നമുക്ക് 2 തരത്തിൽ വരയ്ക്കാം. ഒന്ന്, ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ആ ട്രയാങ്കിളിന്റെ ഉള്ളിലായി ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി രണ്ടാമതായി ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ആ ട്രയാങ്കിളിന്റെ പുറത്തുകൂടെ ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇതിനെ ഇൻ സർക്കിൾ എന്നും ഇതിനെ സർക്കം സർക്കിൾ എന്നുമാണ് പറയുക. അതായത് ഇതിനെ അന്തർവൃത്തം എന്നും ഈ സർക്കിളിനെ പരിവൃത്തം എന്നുമാണ് പറയുക. ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഏത് ഫിഗർ ആണ് വരയ്ക്കേണ്ടത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗറിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫിഗറിൽ സർക്കിളിന്റെ സൈഡുകൾ ടച്ച് ചെയ്തിട്ടുള്ളത് ത്രികോണത്തിന്റെ സൈഡുകളുമായിട്ടാണ്. ഈ ഫിഗറിന്റെ പ്രത്യേകത എന്താണ്? ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ മൂലകളാണ് സർക്കിളിൽ അഥവാ വൃത്തത്തിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് all its sides as the tangents of the circle. അതായത് ട്രയാങ്കിളിന്റെ 3 സൈഡുകളും സർക്കിളിലെ ടാൻജൻസ് അഥവാ തൊടുവരകളാണ്. അതായത് ഈ ട്രയാങ്കിൾസിന്റെ സൈഡുകൾ അഥവാ വശങ്ങളാണ് വൃത്തത്തിൽ തട്ടുന്നത്. അതുകൊണ്ട് ഏതാണ് ഫിഗർ? ഈ ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇനി ഈ ട്രയാങ്കിളിന്റെ റഫ് ഫിഗർ വരയ്ക്കുന്നു. ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ 2 കോണുകൾ 55 ഡിഗ്രി
75 ഡിഗ്രി വീതമാണ്. ഇനി ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലായി ഒരു ഇൻ സർക്കിൾ അഥവാ ഒരു അന്തർവൃത്തം വരയ്ക്കുന്നു. ഈ ഇൻ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ട്രയാങ്കിൾസ് ടച്ച് ചെയ്യുന്ന പോയിന്റുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ സെന്റർ, ഈ സർക്കിളിലേക്ക് വരുന്ന 2 ടാൻജൻസ്. ഈ ടാൻജൻസ് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന കോണാണ് ഇത്. ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. അതായത് 180 മൈനസ് എക്സ് ഡിഗ്രി എന്ന ഈ ആംഗിൾ ആണ് 55 ഡിഗ്രി 75 ഡിഗ്രി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സെൻട്രൽ ആംഗിൾസ് അഥവാ എക്സ് ഡിഗ്രി ആണ്. ഇവിടെ ഈ ട്രയാങ്കിളിന്റെ 2 കോണുകളാണ് തന്നിട്ടുള്ളത്. മൂന്നാമത്തെ കോൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്നും 55 ഡിഗ്രിയും 75 ഡിഗ്രിയും പോയാൽ ബാക്കി 50 ഡിഗ്രി. ഇനി ഇത് രണ്ടും ടാൻജൻസുകളാണ്. ഈ ടാൻജൻസ് തമ്മിലുള്ള ആംഗിൾ 55 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 180 മൈനസ് എക്സ് ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുള്ളത്, 55 ഡിഗ്രി. ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സ് ഡിഗ്രി കണ്ടുപിടിക്കുക? എക്സ് ഡിഗ്രി ഈക്വൽ ടു 180 മൈനസ് 55. 180 നിന്നും 55 പോയാൽ എത്രയാണ്? 125 ഡിഗ്രി. അതായത് ഈ ആംഗിൾ, ഈ സെൻട്രൽ ആംഗിൾ 125 ഡിഗ്രിയാണ്. ഇനി 180 നിന്നും 50 ഡിഗ്രി പോയാൽ എത്രയാ? 130 ഡിഗ്രി. അതായത് ഈ ആംഗിൾ 130 ഡിഗ്രിയാണ്. അതുപോലെ ഈ ആംഗിൾ 180 നിന്നും 75 ഡിഗ്രി പോയാൽ 105 ഡിഗ്രി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? 3 ആംഗിൾസ് കിട്ടി. ഇത് 125 ഡിഗ്രി, ഇത് 130 ഡിഗ്രി, ഇത് 105 ഡിഗ്രി. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റഫ് ഫിഗർ വരയ്ക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് 2 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കണം. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഇനി ഈ സെന്റർ പോയിന്റിൽ നിന്നും അടിയിലേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ലൈനിൽ നിന്നും 125 ഡിഗ്രി അടയാളപ്പെടുത്തി അവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 125 ഡിഗ്രിയാണ്. ഇനി പ്രൊട്രാക്ടർ ഈ ലൈനിൽ വെച്ച് നമുക്ക് 130 ഡിഗ്രി അളന്നതിന് ശേഷം അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ ആംഗിൾ 130 ഡിഗ്രിയാണ്. അതുപോലെ ഈ ആംഗിൾ 105 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ലൈനുകൾക്കൊക്കെ പെർപെൻഡിക്കുലറായി അഥവാ ലംബമായി നമുക്ക് 3 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ആദ്യം തന്നെ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയി ഒരു ലൈൻ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ലംബങ്ങൾ വരയ്ക്കുന്ന സമയത്ത് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. പക്ഷേ ഈ ലൈനും ഈ 2 ലൈനുകൾ തമ്മിലുള്ള കോണുകൾ 90 ഡിഗ്രി വീതമാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് അടുത്തതായി ഈ ലൈനിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അടുത്തതായി ഈ ലൈനിന് പെർപെൻഡിക്കുലർ അഥവാ ലംബം വരയ്ക്കണം. ഈ ആംഗിൾസുകളെല്ലാം 90 ഡിഗ്രി അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ അഥവാ ത്രികോണം ലഭിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 55 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 75 ഡിഗ്രി ആയിരിക്കും. 27ാമത്തെ ചോദ്യം. In the figure, the chords A, B, C, D and MN intersect at P. PA equal to 12 centimeters, AB equal to 15 centimeters, PD equal to 8 centimeters. Find the length of PC. Find the length of CD. If PM equal to PN, find the length of MN. ചിത്രത്തിൽ എ ബി സി ഡി എം എൻ എന്നീ ഞാണുകൾ പി യിൽ മുറിച്ചു കടക്കുന്നു. പി എ ഈക്വൽ ടു 12 സെന്റിമീറ്റർ, എ ബി ഈക്വൽ ടു 15 സെന്റിമീറ്റർ, പി ഡി ഈക്വൽ ടു 8 സെന്റിമീറ്റർ. പി സിയുടെ നീളം കാണുക, സി ഡിയുടെ നീളം കാണുക. പി എം ഈക്വൽ ടു പി എൻ ആയാൽ എം എന്നിന്റെ നീളം കാണുക. അപ്പൊ ഇവിടെ നമുക്ക് 3 കോഡുകളാണ് തന്നിട്ടുള്ളത്, എ ബി സി ഡി എം എൻ. ഇവ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് പി. ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് പി സി എന്ന ഈ ലൈനിന്റെ നീളമാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് എ ബി സി ഡി എന്ന ഈ 2 കോഡുകൾ മാത്രം വരച്ചുകൊണ്ട് സർക്കിൾ വരയ്ക്കാം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതിലെ ആദ്യത്തെ കോഡ് എ ബി, അതുപോലെ രണ്ടാമത്തെ കോഡ് സി ഡി. ഇത് എ ബി എന്ന കോഡാണ്, ഇത് സി ഡി എന്ന കോഡാണ്. എ ബി എന്ന കോഡും സി ഡി എന്ന കോഡും മീറ്റ് ചെയ്യുന്ന പോയിന്റ് പി ആണ്. ഇനി സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതായത് പി എ ഇൻറ്റു പി ബി
ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ ആദ്യം പഠിക്കുന്നത് ഈ ഫിഗറിനെ കുറിച്ചാണ്. ഈ ഫിഗറിനെയും ഈ ഇക്വേഷനെയും കുറിച്ചാണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പി സിയുടെ നീളം കാണാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പി എ എത്രയാണ് തന്നിട്ടുള്ളത്? പി എ 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി എ ബി തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്ന് നമുക്ക് പി ബി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? പി ബി ഈക്വൽ ടു, അതായത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്നും എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പി ബി കിട്ടില്ലേ? എ ബി 15 ആണ്, അതുപോലെ പി എ 12 ആണ്. 15ൽ നിന്നും 12 പോയാൽ 3 സെന്റിമീറ്റർ. അതായത് പി ബിയുടെ നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ പി എ 12 ആണ്, പി ബി 3 ആണ്, പി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഡി എത്രയാണ്? പി ഡി 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പി സി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പി സിയെ മാത്രം അവിടെ നിർത്തുന്നു, 8 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? പി സി ഈക്വൽ ടു 12 ഇൻറ്റു 3 ഹരിക്കണം 8. 12 ഇൻറ്റു 3 36 ആണ്. 36 ഹരിക്കണം 8 എന്ത് വരും? 4.5 സെന്റിമീറ്റർ. പി സിയുടെ നീളം കിട്ടി, 4.5 സെന്റിമീറ്റർ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി. അതായത് സി ഡി എന്ന ഈ കോഡിന്റെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് 4.5 ആണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ സി ഡിയുടെ നീളം എങ്ങനെ നമുക്ക് കാണാം? ആദ്യം തന്നെ പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിന്റെ കൂടെ പി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് കൂട്ടിയാൽ മതി. പി സി 4.5 ആണ്, പി ഡി 8 ആണ്. 8ഉം 4ഉം കൂട്ടിയാൽ 12 ആണ്. 12 പ്ലസ് 0.5 എന്ത് വരും? 12.5 സെന്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം, ഇഫ് പി എം ഈക്വൽ ടു പി എൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എം എൻ. അതായത് പി മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസും പി മുതൽ എൻ വരെയുള്ള ഡിസ്റ്റൻസും തുല്യമായാൽ എം മുതൽ എൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ബി എന്ന കോഡോ അല്ലെങ്കിൽ സി ഡി എന്ന കോഡോ, അതിൽ ഏതെങ്കിലും ഒരു കോഡും എം എൻ എന്ന കോഡും മാത്രം വരച്ച് നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ എഴുതാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിൽ എം എൻ എന്ന കോഡ് വരയ്ക്കുന്നു. എം എൻ ഇവ ഈക്വൽ ആയിട്ടാണ് പി എന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ എ ബി എന്ന കോഡ്, ഓക്കെ, എ ബി ഇവ രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് പി. ഇതിനെ നമുക്ക് ഈ ഇതുപോലെ എങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാം? പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എം ഇൻറ്റു പി എൻ, പി എം ഇൻറ്റു പി എൻ. ഇങ്ങനെ എഴുതിക്കൂടെ? ഇതുപയോഗിച്ച്, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യം നമ്മൾ പി മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ആ ഡിസ്റ്റൻസ് തന്നെയാണ് പി മുതൽ എൻ വരെയും. അങ്ങനെ ആ രണ്ട് ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എം എൻ എന്ന കോഡിന്റെ ഡിസ്റ്റൻസ് കിട്ടില്ലേ? അഥവാ ലെങ്ത് കിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പി എ എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. ഇൻറ്റു പി ബി എന്താണ്? 3 ആണ്. പി എമ്മും പി എന്നും ഒരേ ലെങ്ത് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പി എന്നിന് പകരം കൂടി പി എം എന്ന് എഴുതാം. അപ്പൊ പി എം ഇൻറ്റു പി എം എന്ത് വരും? പി എം സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി എം സ്ക്വയർ 12 ഇൻറ്റു 3 ആണെന്ന് കിട്ടി. ദർഫോർ പി എം അപ്പൊ എന്ത് വരും? ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ റൂട്ട് ഓഫ് 12 ഇൻറ്റു 3. 12 ഇൻറ്റു 3 എത്രയാ? റൂട്ട് 36. 36ന്റെ റൂട്ട് 6 സെന്റിമീറ്റർ. അതായത് പി മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണെന്ന് കിട്ടി. അപ്പോൾ പി മുതൽ എൻ വരെയുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? 6 തന്നെ. അപ്പൊ നമുക്ക് എം എന്നിന്റെ ലെങ്ത് എങ്ങനെ കാണാം? 6 പ്ലസ് 6 12 സെന്റിമീറ്റർ. അപ്പൊ എം എൻ എന്ന് പറയുന്ന കോഡിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ്. അടുത്തത് 28ാമത്തെ ചോദ്യം. A boy standing away from the foot of a building sees the top of the building at an angle of elevation 35 degree. Stepping 25 meters forward, he sees the top of the building at an angle of elevation 70 degree. Height of the boy is 1.6 meter. Draw a rough figure based on the given details. What is the distance between the boy and the building when he sees the top at an elevation of 70 degree? Find the height of the building. ഒരു കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു കുട്ടി കെട്ടിടത്തിന്റെ മുകളറ്റം 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 25 മീറ്റർ മുന്നിലേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ 70 ഡിഗ്രി മേൽക്കോണിലാണ് കെട്ടിടത്തിന്റെ മുകളറ്റം കണ്ടത്. കുട്ടിയുടെ ഉയരം 1.6 മീറ്റർ ആണ്. തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. 70 ഡിഗ്രി മേൽക്കോണിൽ കെട്ടിടത്തിന്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലമെന്ത്? കെട്ടിടത്തിന്റെ ഉയരമെന്ത്? അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടിയുണ്ട്, എ ബോയ് സ്റ്റാൻഡിങ് അവേ ഫ്രം ദ ഫൂട്ട് ഓഫ് എ ബിൽഡിംഗ്. ഇവിടെ ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. സീസ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി. ഈ കുട്ടി
ഈ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം നോക്കുകയാണ്. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽകോൺ എത്രയാണ്? 35 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ വരയ്ക്കുക? കുട്ടിയുടെ നേരെയുള്ള നോട്ടം, അതായത് കുട്ടി സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്ന ആ വ്യൂവും അതുപോലെ കുട്ടിയുടെ മുകളിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽകോൺ എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 35 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റെപ്പിംഗ് 25 മീറ്റേഴ്സ് ഫോർവേഡ്. കുട്ടി എന്ത് ചെയ്യാണ്? 25 മീറ്റർ മുന്നോട്ട് നടക്കുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ്. എന്നിട്ട് എന്താണ്? ഹി സീസ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി. കുട്ടി വീണ്ടും എന്ത് ചെയ്യാണ്? ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ, അതായത് എത്രയാണ് മേൽക്കോണ്? കുട്ടിയുടെ നേരെയുള്ള നോട്ടവും കുട്ടിയുടെ ബിൽഡിങ്ങിന്റെ മുകളിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ 70 ഡിഗ്രിയാണ്. ഹൈറ്റ് ഓഫ് ദ ബോയ് ഈസ് 1.6 മീറ്റർ. അതായത് കുട്ടിയുടെ ഉയരം 1.6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. ഗിവൺ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള റഫ് ഫിഗർ ആണ് നമ്മൾ ഈ വരച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് വെൻ ഹി സീസ് ദ ടോപ്പ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി? എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുട്ടി മേൽക്കോൺ 70 ഡിഗ്രി മേൽക്കോണിൽ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുന്ന സമയത്ത് കുട്ടിയും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് കുട്ടി ഇവിടെയാണ്, ബിൽഡിംഗ് ഇവിടെയാണ്, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇതാണ് ബിയിൽ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതോ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, അതായത് ഈ ബിൽഡിങ്ങിന്റെ ഉയരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ലെങ്ത്, ഇതിൽ ഇതുവരെയുള്ള ലെങ്ത് നമുക്കറിയാം, കുട്ടിയുടെ ഹൈറ്റ് ആണ് 1.6 മീറ്റർ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇത് മുതൽ ഇതുവരെ. ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നിന്നും ഇങ്ങനെ ഒരു റിയൽ ലൈഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ എപ്പോഴും അത് ആൻസർ ചെയ്യുന്ന പാറ്റേൺ സെയിം ആയിരിക്കും. നമ്മളിങ്ങനെ റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ആ റഫ് ഫിഗറിൽ 2 ട്രയാങ്കിൾസ് ഉണ്ടാവും, അഥവാ 2 ത്രികോണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതൊരു ട്രയാങ്കിൾ ആണ്, അതുപോലെ തന്നെ ഇതും ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണമാണ്. ഇങ്ങനെ 2 ട്രയാങ്കിൾസ് ഉണ്ടാകും. അതിൽ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമായിരിക്കും. ഇനി ഒരു ട്രയാങ്കിളോ അത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ ഒരു സമപാർശ്വ ത്രികോണമായിരിക്കും. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 സൈഡുകളായിരിക്കും ബി സി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് എത്രയാണെന്ന് നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ സീക്രട്ട് ആയിട്ട് തന്നിട്ടുണ്ടാകും. അതിനാണ് നമ്മൾ ഈ ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ ഈ സമപാർശ്വ ത്രികോണം ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്താണ്? 2 ആംഗിൾസും അവയുടെ ഓപ്പോസിറ്റ് വരുന്ന 2 സൈഡുകളും തുല്യമായ ട്രയാങ്കിൾസ് അഥവാ ത്രികോണങ്ങളെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഐസോസെലസ് തന്നെ അല്ലേ എന്നൊന്ന് ഉറപ്പിക്കാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഈ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ഒരു സെമി സർക്കുലർ അന്തർവൃത്തമാണ് ഈ ആംഗിൾ. അതിലെ ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 നിന്നും 70 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 110 ഡിഗ്രി. ഇനി ഈ ട്രയാങ്കിളിന്റെ 2 കോണുകൾ നമുക്ക് കിട്ടി, ഒന്ന് 35 ഡിഗ്രിയാണ്, ഒന്ന് 110 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അതിൽ നിന്ന് 110 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ബാക്കി 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രി പോയാൽ ബാക്കി 35 ഡിഗ്രി. അതായത് ഇതിലെ മൂന്നാമത്തെ കോണ് 35 ഡിഗ്രിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ 2 കോണുകൾ തുല്യമായില്ലേ? 2 കോണുകൾ തുല്യമായ ട്രയാങ്കിളിനെ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്നാണ് പറയുക. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് അഥവാ തുല്യമായിട്ടുള്ള കോണുകളുടെ എതിർവശം വരുന്ന സൈഡുകളും തുല്യമായിരിക്കും. ഈ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഈ സൈഡ്. ഈ സൈഡ് എത്രയാ? 25 മീറ്റർ അല്ലേ? അതായത് ആദ്യം കുട്ടി നിന്ന സ്ഥലം മുതൽ രണ്ടാമത് കുട്ടി നിന്ന സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ്. അപ്പോൾ ഈ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 25 മീറ്റർ ആണെങ്കിൽ ഈ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും 25 മീറ്റർ ആണ്. അതായത് നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഈ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കിട്ടിയില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസോസെലസ് ട്രയാങ്കിൾ ഉപയോഗിക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെയാണ് ഇതുപോലെ ഏതൊരു ചോദ്യം വന്നാലും സോൾവ് ചെയ്യേണ്ടത്. അതായത് ഈ ഐസോസെലസ് അഥവാ സമപാർശ്വ ത്രികോണം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മറ്റേതെങ്കിലും സൈഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളും
ഒരു സൈഡും കിട്ടിക്കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയ സൈൻ, കോസ്, ടാൻ ഇവ ഉപയോഗിച്ച് നമുക്ക് മറ്റേത് സൈഡുകൾ വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു സൈഡ് ഈ ഐസോസെലസ് ട്രയാംഗിൾ അഥവാ ഈ സമപാർശ്വ ത്രികോണം ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഇവിടെ ഹൈപ്പോട്ടന്യൂസും ഒരു ആംഗിളും കിട്ടി. ഇനി നമുക്ക് ഈ 70 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡും അതുപോലെ തന്നെ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശവും ഒക്കെ കണ്ടുപിടിച്ചൂടെ? ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് വെൻ ഹി സീസ് ദ ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 70 ഡിഗ്രി? അതായത് കുട്ടിയും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. എപ്പോഴത്തെ? കുട്ടി 70 ഡിഗ്രി മേൽക്കോണിൽ ഈ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുന്ന സമയത്ത് കുട്ടിയും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 70 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമല്ലേ ഇത്? അതായത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഓഫ് 70 ഡിഗ്രിയാണ്, അഥവാ 70 ഡിഗ്രിയുടെ സമീപവശമാണ്. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഹൈപ്പോട്ടന്യൂസ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം തന്നിട്ടുണ്ട്, 25 ആണ്. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ആംഗിൾ തന്നിട്ടുണ്ട് 70 ഡിഗ്രി. ഹൈപ്പോട്ടന്യൂസും ആംഗിളും തന്നു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് കാണാൻ ഇതിൽ ഏത് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? സൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സൈൻ ഉപയോഗിക്കാമായിരുന്നു. കോസിന്റെ ഇക്വേഷൻ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് ഹൈപ്പോട്ടന്യൂസ് തന്ന് അഡ്ജസന്റ് സൈഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ് ഉപയോഗിക്കാം. ഇവിടെയും നമുക്ക് അഡ്ജസന്റ് സൈഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ കോസ് എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 70 ഡിഗ്രി ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഓഫ് 70 ഡിഗ്രി, 70 ഡിഗ്രിയുടെ സമീപവശം ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. കോസ് 70 ഡിഗ്രി അഥവാ കോസ് 70 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാകും, 0.34 ആണ്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അഡ്ജസന്റ് സൈഡ് ആണ്. അതുകൊണ്ട് അഡ്ജസന്റ് സൈഡിനെ മാത്രം ഈ സൈഡിൽ നിർത്തി ഹൈപ്പോട്ടന്യൂസ് അതായത് 25 മീറ്റർ നമുക്ക് ഇക്വേഷന്റെ എതിർവശത്തേക്ക് കൊണ്ടുപോകാം. 0.34 ഇൻറ്റു 25. ഇതെങ്ങനെയാണ് ഗുണിക്കുക? 34 ഇൻറ്റു 25, അതായത് ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി വെച്ച് ഗുണിക്കണം. 5 ഇൻറ്റു 4 20, 5 ഇൻറ്റു 3 15 ആണ്. 15ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 17. 2 ഇൻറ്റു 4 8 ആണ്. 2 ഇൻറ്റു 3 6 ആണ്. 0, 7 8 കൂട്ടിക്കഴിഞ്ഞാൽ 15 ആണ്. 6 പ്ലസ് 1 7, 7 പ്ലസ് 1 8. അതായത് 34 ഇൻറ്റു 25 നമുക്ക് 850 ആണ് കിട്ടിയത്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണ്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് അഡ്ജസന്റ് സൈഡ് 70 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് നമുക്ക് കിട്ടിയത് 8.5 മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് വെൻ ഹി സീസ് ദ ടോപ്പ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി ഈസ് 8.5 മീറ്റർ. അതായത് 70 ഡിഗ്രി മേൽക്കോണിൽ കുട്ടി കെട്ടിടത്തിന്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലം 8.5 മീറ്റർ ആണ്. ഇനി സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അതായത് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് ഈ ഹൈറ്റ് എത്രയാ? 1.6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, അതായത് കുട്ടിയുടെ ഹൈറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈറ്റ് ആണ്. അതായത് 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അഥവാ കെട്ടിടത്തിന്റെ ഉയരം ഈക്വൽ ടു 1.6 മീറ്റർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 70 ഡിഗ്രി അഥവാ 70 ഡിഗ്രിയുടെ എതിർവശം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 70 ഡിഗ്രി കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസും ആംഗിളും തന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈൻ 70 ഡിഗ്രി ആണ്. സൈൻ 70 ഡിഗ്രി ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. സൈൻ 70 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാകും. എത്രയാണ്? 0.94 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു 0.94 ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാണ്? 25 ആണ്. നേരത്തെ പോലെ തന്നെ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഗുണിക്കണം. 94 ഇൻറ്റു 25. 5 ഇൻറ്റു 4 20.
5 ഇൻറ്റു 9 45 45ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 47. 2 ഇൻറ്റു 4 8 2 ഇൻറ്റു 9 18 0 എഴുതി. 7ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ 15. ഇനി 1ഉം 4ഉം 5 5ഉം 8ഉം എത്ര വരും? 13. 1ഉം 1ഉം 2. അതായത് നമുക്ക് എന്ത് കിട്ടി? 2 3 5 0 എന്ന് കിട്ടി. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണ്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് സൈൻ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 23.5 അപ്പൊ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഇനി കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 23.5 മീറ്ററിനോട് 1.6 മീറ്റർ കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈക്വൽ ടു 23.5 മീറ്റർ പ്ലസ് 1.6 എത്രയാണ്? 23.5 പ്ലസ് 1.6. 5ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 11. 3 പ്ലസ് 1 4, 4 പ്ലസ് 1 5, 2 ഇറക്കി എഴുതി. അതായത് 25.1 മീറ്റർ ആണ് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി 29ാമത്തെ ചോദ്യം. In trigonometry, the reciprocals of sine and cos are called cosecant and secant. The reciprocal of tan is called cotangent. They are shortened as cosec, sec and cot. Hence, cosec x equal to 1 by sin x, sec x equal to 1 by cos x, cot x equal to 1 by tan x. Answer the following questions based on the above details. Sin x into cosec x equal to cosec 60 degree equal to cot 45 degree equal to what is sec 60 degree minus cosec 30 degree. ത്രികോണമിതിയിൽ ഒരു കോണിന്റെ സൈൻ, കോസ് എന്നിവയുടെ വ്യുൽക്രമങ്ങൾക്ക് കൊസീക്കന്റ്, സീക്കന്റ് എന്നിങ്ങനെയാണ് പേരുകൾ. ടാനിന്റെ വ്യുൽക്രമത്തിന് കോടാൻജന്റ് എന്നും ഇവയെ ചുരുക്കി കൊസീക്ക്, സീക്ക്, കോട്ട് എന്നിങ്ങനെയാണ് എഴുതുന്നത്. അതായത് cosec x equal to 1 by sin x, sec x equal to 1 by cos x, cot x equal to 1 by tan x. ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചുവടെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. sin x into cosec x, cosec 60 degree, cot 45 degree, sec 60 degree minus cosec 30 degree എന്താണ്? ആദ്യത്തെ ചോദ്യം sin x into cosec x. sin x into cosec x. സൈൻ എക്സിനെ നമുക്ക് അതുപോലെ എഴുതാം. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമമാണ്. അപ്പൊ നമുക്ക് കൊസീക് എക്സിനെ എങ്ങനെ എഴുതാം? 1 by sin x എന്ന് എഴുതിക്കൂടെ? ഈ സൈൻ എക്സും ക്യാൻസൽ ചെയ്തു പോയാൽ ഉത്തരം 1 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം കൊസീക് 60 ഡിഗ്രി. കൊസീക് 60 ഡിഗ്രി എത്രയാണ്? 1 by sin 60 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? കാരണം കൊസീക്ക് സൈനിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമമാണ്. അപ്പൊ നമുക്ക് കൊസീക്ക് 60 ഡിഗ്രിയെ 1 by 60 ഡിഗ്രി എന്ന് എഴുതാം. ഈക്വൽ ടു 1 by. ഈ ടേബിൾ നമുക്ക് കാണാതെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സൈൻ 60 ഡിഗ്രി എന്താണ്? √3/2 ആണ്. അപ്പൊ നമുക്ക് സൈൻ 60 ഡിഗ്രിക്ക് പകരം √3/2 എന്ന് എഴുതാം. ഈ 2 എന്ത് വരും? മുകളിലേക്ക് വരും. 2 by √3. അതായത് കൊസീക്ക് 60 ഡിഗ്രി എന്താണ് കിട്ടിയത്? 2 by √3 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം കോട്ട് 45 ഡിഗ്രി. കോട്ട് 45 ഡിഗ്രി എന്നത് എന്താണ്? കോട്ട് എന്നത് ടാനിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമമാണ്. അപ്പൊ കോട്ട് 45 ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം? 1 by tan 45 ഡിഗ്രി എന്ന് എഴുതാം. ഈക്വൽ ടു 1 by tan 45 ഡിഗ്രി എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 ആണ്. 1 by 1 എത്ര ഉത്തരം കിട്ടി? 1. ഇനി നാലാമത്തെ ചോദ്യം സീക്ക് 60 ഡിഗ്രി മൈനസ് കൊസീക്ക് 30 ഡിഗ്രി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീക്ക് 60 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by cos 60 ഡിഗ്രി. കാരണം സീക്ക് എന്നത് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. ഇനി മൈനസ് കൊസീക്ക് 30 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by sin 30 ഡിഗ്രി ഈക്വൽ ടു 1 by cos 60 ഡിഗ്രി എത്രയാണ്? cos 60 ഡിഗ്രി 1 by 2 ആണ്. മൈനസ് 1 by sin 30 ഡിഗ്രി എത്രയാണ്? അതും 1 by 1/2. 1 by 1/2 മൈനസ് 1 by 1/2 രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്താകും? സീക്ക് 60 ഡിഗ്രി മൈനസ് കൊസീക്ക് 30 ഡിഗ്രി എന്നത് 0 ആണ്.